ഡിസംബർ 4 റിലീസാവുന്ന മധുരക്കടക്ക് എന്ന സിനിമയിലെ നായകനും നായികയാണ് നമ്മുടെ വെൽക്കം ടു മാപ്സ്റ്റർ. താങ്ക് യു. ആമിന, വിഷ്ണു. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താമോ വിഷ്ണുവിന്? എന്റെ പേര് വിഷ്ണു പാരഡി. ഹരീഷ് പാരഡിയുടെ മൂത്ത മകനാണ് ഞാൻ ഇതിൽ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് സിനിമയിൽ. അപ്പം നമ്മൾ അഭിനയിക്കുന്ന സിനിമ മധുരക്കണക്ക് ഡിസംബർ 4 റിലീസാവാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വിശേഷം. ആമിന? ഞാൻ അമിന നിജാം. ഇപ്പോ മധുരക്കണക്കിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടർബോ, അതല്ലാതെ ടർക്കിഷ് സർക്കം എന്ന് പറഞ്ഞിട്ട് ലുക്മാന്റെ കൂടെ ഹീറോയിനായിട്ടൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് റിലീസായ പടം. ഈ സിനിമ എനിക്ക് ഡയറക്ടർ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പടത്തിലേക്ക് വന്നു. അങ്ങനെ അതെ അതെ, നമ്മളാണ് പേര്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു അഭിനയിക്കാൻ. പിന്നെ ഒബിയസ്ലി ഫസ്റ്റ് സിനിമയാകുമ്പം ആദ്യത്തെ ഒരു 1-2 ദിവസം നമുക്കൊരു ഫ്ലോയിലേക്ക് വരണമല്ലോ. നമ്മൾ എന്തൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ. അതേപോലെ ആദ്യത്തെ 2 ദിവസം പക്ഷെ അത് നല്ല രസകരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇത് അഭിനയിക്കാൻ താല്പര്യമുള്ളതും ചെറുപ്പം തൊട്ട് ഇതിനോടുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല രസകരമായിട്ടായിരുന്നു. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിൽ പോലും നമ്മൾ ആരെയും കാസ്റ്റ് ചെയ്തപ്പോ ഓഡിഷൻ ഇതിനൊക്കെ പോയിട്ടുണ്ട്. എന്റെ മുന്നേ പോയിട്ടുണ്ട്. ആക്ച്വലി ഇതിന്റെ മുന്നേ 2 പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഇതെല്ലാം കൊണ്ട് അതെ 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 അച്ഛനായിട്ടൊരു കോമ്പിനേഷൻ ഉണ്ട് ഇതില്. എക്സൈറ്റഡ് ആയിരുന്നു ആ ദിവസം, ആ ഷൂട്ടിന്റെ അന്ന് അച്ഛന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ സീനാണ്. അങ്ങനെ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ചെയ്തു വന്നിട്ടുള്ളതിൽ ഇച്ചിരി വ്യത്യാസമുള്ള ക്യാരക്ടറാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇല്ല, അത്രയും ഒന്നും ഇല്ല. അങ്ങനെ ഒരുപാട് ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല. ഇത് ഇറ്റ് ഇസ് അറൌണ്ട് അസ്. നമ്മൾ കുറച്ച് ഇപ്പൊ ഈ ഹോൾ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെയാണ്. അത് ഫീമെയിൽ സെൻട്രിക് അല്ല. അത് എല്ലാം കുറച്ച് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ സ്റ്റോറിയാണ് അത്. അപ്പൊ അങ്ങനെ ഒരു ഭാഗമാണെന്നുള്ളത് തന്നെയാണ്, അല്ലാതെ ഒരാളുടെ സ്റ്റോറി അങ്ങനെയല്ല. അതിപ്പം ഓരോരുത്തരുടെ ഇതിലിപ്പം ആർട്ടിസ്റ്റുകളുണ്ട്. ഇതിലിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നായകനെ സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ആരുടെ വ്യൂവിൽ നിന്നാണ് ആ സിനിമ നമ്മൾ കാണുന്നതനുസരിച്ചിട്ടിരിക്കും അതിന്റെ ആ സിനിമയുടെ നായകൻ ആരാ നായിക ആരാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മാമിനിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണെങ്കിലും ഇതിപ്പോ നമ്മളങ്ങനെ ഫീമെയിൽ സെൻട്രിക് മെയിൽ സെൻട്രിക് അങ്ങനെയൊന്നുമില്ല. കുറെ കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ ആമിനയുടെ ക്യാരക്ടറും ഇതേപോലെ നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ സിനിമയില്. ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ എന്നും പറയാം. ഒരു ത്രില്ലർ മൂവിയാണ്. ചെറിയ ഉണ്ട്, ഭയങ്കര ഒന്നുമില്ല, ചെറിയൊരു അതെ കൂടുതലൊരു ഫാമിലി പടം. അതെ ഫാമിലി ആയിട്ട് നമ്മള് എല്ലാവരും കണ്ടിട്ടിരിക്കേണ്ട ഒരു പടം. നമ്മള് എല്ലാ ഫാമിലിയും ഇതേപോലെ സിമിലർ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കഥ പറയുന്ന നല്ല രസകരമായിട്ട് പറയുന്ന ഒരു സിനിമയാണിത്. പിന്നെ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളാണെങ്കിലും നല്ല വെറൈറ്റി ക്യാരക്ടേഴ്സ് ആണ് എല്ലാവർക്കും. കാസ്റ്റിനാണെങ്കിൽ നമ്മൾ സ്ഥിരം പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ക്യാരക്ടർ മാറിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. മധുരക്കണക്ക് അതിനെന്തെങ്കിലും ഒരു സിനിമയായിട്ട് എന്തെങ്കിലും ഒരു സിനിമയായിട്ട് ബന്ധമുണ്ട്. അത് മധുരക്കണക്ക് ഉദ്ദേശിക്കുന്നത് മധുരം എന്ന് പറയുമ്പോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സംഭവം, കണക്ക് മാത്സ്, ഇതിനൊരു എന്താണ് ഒരു ബന്ധം? സിനിമയില് അത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു സസ്പെൻസ് ആണത്. നിങ്ങൾ പോയി കാണും. അത് ആക്ച്വലി ഇതൊരു നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഒരു മധുരമായിട്ടുള്ള ഒരു കണക്കാണ്. കണക്ക് കണക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് അങ്ങനെ റിസീവ് ചെയ്യാനായിട്ട് താല്പര്യം നമുക്ക് അങ്ങനെ കാണാം. അതെ അതെ സ്വീറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ ഏത് ക്യാരക്ടറിന്റെ കണ്ണിലൂടെയാണ് ആരെയാണ് നമ്മൾ നായകനാകാൻ നമ്മൾ ആരുടെ സൈഡിൽ നിന്നാ കാണുന്നതനുസരിച്ചിട്ടിരിക്കും ഇത് മധുര കണക്കാണോ അതോ സാധാരണ ഒരു കണക്കാണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. എന്താണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.